ഹായ് കുട്ടികളുടെ ലഞ്ച് ആൻഡ് സ്നാക്സ് റെസിപ്പി എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇത് ഇന്നലത്തെ റെസിപ്പിയാണ്. ഇന്ന് പിന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ക്യാരറ്റ് റൈസാണ് വിചാരിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ബാസ്മതി റൈസ് വെള്ളത്തിൽ ഊറാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരച്ച ക്യാരറ്റിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ ഗ്ലാസ് ഫുള്ളാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട പുഴുങ്ങാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബിരിയാണി ലീഫ് ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒരു വലിയ ഉള്ളി ഇതിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് ഇത് വഴക്കി എടുക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് നമ്മളുടെ അരി നന്നായി കഴുകിയിട്ട് അതും ഈ നെയ്യിൻ്റെ കൂടെട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും ഇട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് എടുത്ത് വെക്കുക. പിന്നെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് എന്ന അളവിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ്സാണ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. ബാസ്മതി റൈസിന് 2 ഗ്ലാസ് വെള്ളം മതി. പക്ഷേ നമ്മൾ കുക്കറിലല്ല വെക്കണത്, അതുകൊണ്ട് ഒരു 1/2 ഗ്ലാസ് എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ നമ്മുടെ റൈസ് ഏകദേശം സെറ്റാവും കേട്ടോ. ആ റൈസ് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്കിന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ നോക്കാം. സ്നാക്സ് ഞാനിന്ന് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് കൊടുക്കുമല്ലോ, അതാണ് കേട്ടോ ഇന്ന് സ്നാക്സിനായിട്ട് അവർക്ക് കൊടുക്കണത്. അവരത് നല്ല ഇഷ്ടപ്പെട്ട് തിന്നും. പിന്നെ നല്ല ഫില്ലിങ്ങുമാണ്, എല്ലാവിധ ബെനഫിറ്റും അതിലുണ്ടല്ലോ, അതുകൊണ്ട് അതാണ് ഇന്ന് ആക്കിയിട്ടുള്ളത്. കുറച്ച് നട്ട്സും അതേപോലെ തന്നെ പിന്നെ മുന്തിരി, ഒരു പഴം, ആപ്പിള്, ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, മാങ്ങ അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. എല്ലാം നമ്മൾ ഒരു ചെറിയ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് 2 പേർക്കും കൂടി കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഒരു പഴമാണ്, ചെറുപഴം 1 2 പേർക്കും കട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഗ്രേപ്സ് ഒരു 5-6 ഉള്ളൂ. അങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്. പിന്നെ അതിലേക്ക് ഓട്സും പാലും മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത നമ്മളുടെ സ്നാക്സ് സെറ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ ടൈം കൊണ്ട് നമ്മളുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് കുറച്ച് മിക്സാക്കിയിട്ട് അടച്ച് വെത്താൽ അത് സെറ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉപ്പും മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ സംഭവം സെറ്റാണ്. അപ്പോൾ ഇനി ലഞ്ച് പാക്ക് ചെയ്യാണ്. 2 പേർക്കും ചോറാക്കി, സ്നാക്സാക്കി, അതേപോലെ മുട്ടയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഞ്ച് ആൻഡ് സ്നാക്സ് റെസിപ്പി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ.